നിനക്ക് സങ്കടമുണ്ടോടാ ഇന്ദ്ര? തേജസ് വന്ന് അവൻ്റെ അടുത്തിരുന്നു. എന്തിന്? ഇതിങ്ങനെയൊക്കെ ആവുള്ളൂ എന്ന് എനിക്കറിയാമായിരുന്നടാ. എന്തായാലും അതങ്ങ് ഒഴിഞ്ഞു കിട്ടി. ഇപ്പോൾ നല്ല സമാധാനം. എൻ്റെ ഇന്ദ്രന് പറ്റിയ ഒരു രംഭയെ ഞാൻ കണ്ടുപിടിച്ചു കൊണ്ടുവരില്ലേ? നീ നോക്കിക്കോ. ഉടനെ ഇനി വേറെ ആലോചനയൊന്നും വേണ്ടടാ. അച്ഛനോടും പറഞ്ഞേക്ക്. എൻ്റെ മനസ്സൊക്കെ ഒന്ന് റെഡി ആവട്ടെ. അല്ല, എന്തായി നിൻ്റെ സൂര്യകിരണം വൃഷ്ടിയും? സൂര്യകിരൺ വലിയൊരു ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം കിട്ടണമെങ്കിൽ അവളെ കാണണം. ആരെ? ശിവദാസനങ്ങൾ പൊതിഞ്ഞു പിടിച്ച് നടക്കുന്ന ഒരുത്തിയില്ലേ, ശിവാത്മിക, അവളെ. എടാ, അച്ഛനറിഞ്ഞാൽ വലിയ പ്രശ്നമാകുമേ. ഇതങ്ങനെ എനിക്ക് വെറുതെ വിടാൻ പറ്റില്ല. ഒഴിഞ്ഞു മാറാൻ നോക്കുന്തോറും സൂര്യകിരൺ എന്നെ അവനിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണ്. ഏതോ ലോകത്ത് നിന്ന് അവൻ എന്നോട് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കറിയണം. നീ എൻ്റെ കൂടെ നിൽക്കില്ലേ? അല്ലെങ്കിലും എന്നും നിൻ്റെ കൂടെ നിന്നല്ലേ എനിക്ക് ശീലം. ആർക്കും നമ്മൾ കാരണം ഒരു സങ്കടവും ഉണ്ടാവരുത്. എനിക്കത്രേ ഉള്ളൂ. അതെനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. നമുക്ക് നോക്കാം. ആദ്യം നീ ഈ കിടപ്പിൽ നിന്ന് എഴുന്നേക്ക്. ഞാൻ അവളെ അപ്പോഴേക്കൊന്ന് കാണട്ടെ. തേജസ് അവൻ്റെ തലയിലൊന്ന് തഴുകി പുറത്തേക്കിറങ്ങി. അച്ഛൻ എങ്ങോട്ടാ? അതെന്താടാ കണ്ണ അങ്ങനൊരു ചോദ്യം? എന്നും ഈ നേരത്തെ കോളേജിലേക്ക് തന്നെയല്ലേ ഞാൻ പോകുന്നത്? വേണ്ട, എനിക്ക് അവിടെ പോകേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ പിന്നെ പ്രഭാകരൻ ഇന്നിവിടെ ഇരിക്കും. ഇത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനിങ്ങനെ കെട്ടിയൊരുങ്ങി ഇറങ്ങണമായിരുന്നോ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ വിളിക്ക്. അയാൾ തിരികെ മുറിയിലേക്ക് കയറിപ്പോയി. ശിവയെ കാണണമെന്ന ഉദ്ദേശത്തിലാണ് അവൻ കോളേജിലേക്ക് ഇറങ്ങിയത്. പൂരത്തിൻ്റെയൊക്കെ തിരക്ക് കഴിഞ്ഞ് ഇന്നു മുതൽക്ക് അവൾ കോളേജിലെത്തുമെന്ന് അവൻ അറിയാമായിരുന്നു. ശിവ, ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക്സ് നിഖിൽ. ഞാൻ പറഞ്ഞ കാര്യം താനൊരു മറുപടി തന്നില്ല. എനിക്ക് തന്നെ അത്രയും ഇഷ്ടമുണ്ടായിട്ടാ. സോറി നിഖിൽ, ഞാൻ തന്നെ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. ശരിയടോ, ഇറ്റ്സ് ഓക്കെ. നിഖിൽ തിരികെ പോകുന്നത് കണ്ടാണ് തേജസ് അവളുടെ അടുത്തേക്ക് വരുന്നത്. ഹാപ്പി ബർത്ത്ഡേ ശിവാത്മിക ശിവദാസ്. അവൻ പറഞ്ഞത് കേട്ട് അവൾക്ക് അത്ഭുതം തോന്നി. സാറിന് എങ്ങനെ അറിയാം ഇന്നെൻ്റെ ബർത്ത്ഡേ ആണെന്ന്? അതൊക്കെ അറിയാം. അല്ല, നിഖിൽ എന്താ പറഞ്ഞിട്ട് പോയത്? പ്രൊപ്പോസൽ ലൈനാണോ? ആയിരുന്നു. അപ്പോൾ നോ പറഞ്ഞതിൻ്റെ സങ്കടമായിരിക്കുമല്ലേ അവന്? ആവോ, സങ്കടം വരുമെന്ന് കരുതി ഇല്ലാത്ത ഇഷ്ടമുണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. നിഖിൽ നല്ല പയ്യനല്ലേ, കാണാനും സുന്ദരൻ, നല്ലതുപോലെ പഠിക്കും, അവൻ്റെ ഫാമിലിയും നല്ലത്. പിന്നെന്തേ? അവൻ അവളുടെ മനസ്സറിയാനാണ് അങ്ങനെ ചോദിച്ചത്. അവൻ നല്ലവനല്ലെന്ന് ഞാനും പറഞ്ഞില്ലല്ലോ. പക്ഷേ എനിക്കിഷ്ടം തോന്നണ്ടേ? എന്തേ, ശിവയുടെ മനസ്സിൽ മറ്റാരെങ്കിലും ഉണ്ടോ? അങ്ങനെ ചോദിച്ചാൽ... തേജസ് അവളുടെ മറുപടി അറിയാൻ ആകാംക്ഷയോടെ കാത്തുനിന്നു. ഉണ്ട്. ആരെയാ? പറയ് ശിവ, ആരോടാ തനിക്കിഷ്ടം? സൂര്യകിരൺ എന്നൊരു പേര് കേൾക്കാൻ അവൻ ആഗ്രഹിച്ചു. അത് പേടിക്കണ്ട കുട്ടി, താൻ ധൈര്യമായി പറഞ്ഞു. തേജസ് വർമ്മ. വാട്ട്, ആർ യു ജോക്കിംഗ്? അവനത് ചിരിയോടെ തള്ളിക്കളഞ്ഞു. നോ, എനിക്ക് സാറിനെ ഇഷ്ടമാണ്. ഇതുവരെ ആരോടും എനിക്ക് ഇങ്ങനെ ഒരു ഫീലിങ്സും തോന്നിയിട്ടില്ല. പക്ഷേ സാറിനെ കണ്ട മുതൽക്കേ എനിക്കിഷ്ടമാണ്. ബുൾഷിറ്റ്. അവൻ ദേഷ്യത്തിൽ ഇറങ്ങിപ്പോയി. ചെയ്തത് തെറ്റായിപ്പോയെന്നൊരു പേടിയോടെ അവൾ നിന്നു. എന്താടാ, അവളെ കണ്ടോ? പോയതിലും വേഗത്തിൽ തിരിച്ചു വന്നവനെ കണ്ട് ഇന്ദ്രൻ അതിശയത്തോടെ ചോദിച്ചു. കണ്ടു. എന്നിട്ട് അവൾക്കങ്ങനെ വല്ല പ്രേമമുണ്ടോ? ഉണ്ടുണ്ട്. നല്ല ഒന്നാം തരം പയ്യനാ. പേര് തേജസ് വർമ്മ. എന്താ? എടാ പുല്ലേ, ഷീ പ്രൊപ്പോസ് മീ എന്ന്. ആദ്യത്തെ ഒരു ഞെട്ടൽ കഴിഞ്ഞതും ഇന്ദ്രൻ തലകുത്തി കിടന്ന് ചിരിക്കാൻ തുടങ്ങി. കക്ക, എന്താടാ, നിന്റെ ആരെങ്കിലും ബഹിരാകാശത്ത് നിന്ന് ഭൂമി വന്നോ ഇങ്ങനെ അങ്ങ് സന്തോഷിക്കാൻ? എന്തൊക്കെയായിരുന്നു, മലപ്പുറം കത്തി, അമ്പും വില്ലും. എന്തായാലും എൻ്റെ ജീവിതം മൂഞ്ചിയ സമയത്ത് തന്നെ നിനക്കൊരു ജീവിതമായല്ലോ. തൃപ്തിയായി അനിയ, ഈ ഏട്ടന് തൃപ്തിയായി. ജീവിതം പോയ ഇന്ദ്ര. അവൾ പഠിച്ച കള്ളിയാ, എന്നെ ബോൾട്ടാക്കാൻ വേണ്ടി ചെയ്തതാ. ലൈഫിനെക്കുറിച്ച് നല്ല ധാരണയുള്ളവളാണ് അവൾ. ഇതൊന്നും കളിയായി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല കണ്ണ. അവൾക്ക് ശരിക്കും നിന്നോടൊരു ഇഷ്ടമുണ്ടാകും. അതവളുടെ കയ്യിൽ വെച്ചേച്ചാൽ മതി. പിന്നെ പ്രേമം, ഭ്രാന്ത്. അവൻ ദേഷ്യത്തിലിറങ്ങിപ്പോയി.
കളിയായി പറഞ്ഞതാണെങ്കിലും ഇതൊക്കെ എന്താവുമെന്നൊരു ഭയം ഇന്ദ്രനും തോന്നി തുടങ്ങി.